എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 43-ഉം 44-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 11-ന്റെ 43-ഉം 44-ഉം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവദാതാവായ കർത്താവ് കല്ലറയുടെ മുൻപിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അധികാരപൂർവം ലാസറിനെ ക്ഷണിക്കുന്നതാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ലാസറേ പുറത്തു വരിക. ആ ആഹ്വാനം മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വിളിയാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഏത് സാഹചര്യത്തിൽ ആരോട് അപ്രകാരം കൽപ്പിച്ചു എന്നത് നമുക്ക് വളരെ സുവ്യക്തമാണ്. യേശു സ്നേഹിച്ച കുടുംബം ബഥാനിയ ഒലിവ് മലയുടെ കിഴക്കേ ചരിവിലുള്ള ഗ്രാമമാണ്. ഇന്ന് അതറിയപ്പെടുന്നത് അൽ ലാസറിയോൺ അഥവാ ലാസറിൻ്റെ സ്ഥലം എന്നാണ്. 3 അംഗങ്ങളുള്ള ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. സഹോദരികളായ മാർത്തയും മറിയയും അവരുടെ സഹോദരൻ ലാസറും. ഇവർ സൗഹൃദം പുലർത്തുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നു. ഭവനത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ യെരുശലേമിൽ നിന്നും മറ്റുമായി അനേകർ അവരുടെ ഭവനത്തിലെത്തിയിരുന്നു. അവരുടെ ഏറ്റവും വലിയ നേട്ടം യേശു അവരുടെ സ്നേഹിതനായി തീർന്നിരുന്നു എന്നതാണ്. ഇവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു, യേശു മാർത്തയെയും അവളുടെ സഹോദരി മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് ഒരാൾ കമൻ്റ് ചെയ്തത് ഇങ്ങനെയാണ്: There are not many things in life as true friendship, and there are not many things more uncommon. ഉത്തമ സൗഹൃദം പോലെ വിലപ്പെട്ടതായി ജീവിതത്തിൽ മറ്റ് അനേക കാര്യങ്ങളില്ല. എന്നാൽ ജീവിതത്തിൽ അപൂർവമായി കാണപ്പെടുന്നതും അതുതന്നെയാണ്. വേറൊരാളിൻ്റെ വീക്ഷണത്തിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് അനവധി സൗഹൃദം കൊണ്ടാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം. ബഥാനിയയിലെ ഈ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു. യേശു യെരുശലേമിലെത്തുമ്പോൾ വിശ്രമിച്ചത് ഈ സ്നേഹിതരുടെ ഭവനത്തിലായിരുന്നു. ഹോശന ഞായറാഴ്ച യെരുശലേമിലേക്കുള്ള മഹത്വപ്രവേശനത്തിന് ശേഷം അന്ന് വൈകിട്ട് അവൻ പന്തിരുവരോടുകൂടെ ബഥാനിയയിലേക്ക് മടങ്ങിപ്പോയി. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, യേശുവിന് ആതിഥ്യം നൽകാൻ കഴിഞ്ഞ ആ കുടുംബം എത്ര ഭാഗ്യമുള്ളതായിരിക്കും. പുരോഹിത മുഖ്യന്മാർക്കോ പരീശ പ്രമുഖർക്കോ ആർക്കും ലഭിക്കാത്ത ഭാഗ്യമായിരുന്നു അത്. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ശബ്ദം എരിഹോവിലെ സക്കായിയോട് മാത്രമല്ല, നാം ഓരോരുത്തരോടും അറിയിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കി. സന്തോഷപൂർവം നമുക്ക് ദൈവത്തെ സ്വീകരിക്കാം. അങ്ങനെ യേശു സ്നേഹിച്ച ആ കുടുംബത്തിൽ രോഗവും മരണവും കടന്നു വന്നു എന്നാണ് 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവപുത്രനായ യേശുവിൻ്റെ സ്നേഹവും സഹിത്വവും ആതിഥ്യവും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആ ഭവനത്തിലും രോഗം കടന്നു വരുന്നു. അത് മൂർച്ഛിച്ച് മരണത്തിൽ കലാശിക്കുന്നു. അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അവയെ ഒഴിവാക്കാൻ യേശുവിന് കഴിയുമായിരുന്നില്ലേ?
ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരാം. നന്നായി ജീവിക്കുകയും കഴിയുന്നിടത്തോളം നന്മ പ്രവർത്തിക്കുകയും ചെയ്ത് ആദരണീയമായ മാതൃക അവകാശപ്പെടുന്നവർക്കും രോഗവും ദുഃഖവും കഷ്ടതയും പ്രയാസങ്ങളും അനുഭവപ്പെടാം. അതിൽ പരിഭവിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യേണ്ടതില്ല. കാരണം അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും ദുരന്തങ്ങൾ നേരിടുമ്പോൾ ദൈവകോപമോ ദൈവശിക്ഷയോ ആയി കരുതേണ്ടതില്ല. അത്തരത്തിൽ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ചില സിദ്ധന്മാരും ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങിങ്ങായി കണ്ടേക്കാം. കർത്താവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ കന്യകമറിയാമിനോട് ശിമയോൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. മാതാവിന് പോലും ദുഃഖങ്ങൾ ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. കർത്താവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ച് അവിടുത്തെ ശുശ്രൂഷയിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ച പൗലോസിനും ജഡത്തിലൊരു മുള്ള് വഹിക്കേണ്ടി വന്നു. എന്നാൽ ഒരു കാര്യം പൗലോസ് തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മുന്തിരിച്ചെടിയുടെ ദൃഷ്ടാന്തം വിവരിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി, ഫലം കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. പ്രതിസന്ധികളിൽ എന്താണ് കരണീയമായി ചെയ്യേണ്ടത്? അതും ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ബഥാനിയിലെ കുടുംബത്തിൽ ലാസറിന് രോഗം ബാധിച്ചു. അപ്പോൾ സഹോദരികൾ ചെയ്തത് ഒട്ടും അമാന്തിക്കാതെ അക്കാര്യം യേശുവിനെ അറിയിക്കുകയായിരുന്നു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് ആളയച്ച് പറയിച്ചു. കർത്താവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അപ്രകാരം പ്രവർത്തിച്ചത്. പ്രതിസന്ധികളിൽ കരണീയമെന്ത് എന്ന് ആ സഹോദരിമാർ നമുക്ക് മാതൃക കാണിച്ചു തരുന്നു. സങ്കീർത്തനക്കാരൻ ഇതേപ്പറ്റി പറയുമ്പോൾ, അവർ അവരുടെ കഷ്ടതകളിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിച്ചു. ഈ വാക്യം സങ്കീർത്തനങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. 107 സങ്കീർത്തനത്തിൽ 6, 13, 19, 28 തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കുകയാണ്. തികഞ്ഞ വിശ്വാസത്തോടും നിറഞ്ഞ പ്രത്യാശയോടും കൂടി നാം ദൈവത്തെ നോക്കി വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി തരുന്ന ദൈവമാണ്. ആ സഹോദരിമാർ അറിയിച്ച മാത്രയിൽ യേശു അവിടേക്ക് പോകുന്നില്ല. അവിടുന്ന് ആയിരുന്ന സ്ഥലത്ത് തന്നെ 3 ദിവസത്തെ കൂടി തുടരുകയായിരുന്നു. വിദൂരതയിൽ നിന്ന് കർത്താവിന് രോഗം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പലർക്കും ദൂരത്ത് നിന്ന് കർത്താവ് സൗഖ്യം നൽകിയിട്ടുണ്ട്. പിന്നെന്തുകൊണ്ട് അവിടുന്ന് സ്നേഹിച്ച ലാസറിനെ സുഖപ്പെടുത്തിയില്ല? ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയെന്നോ എന്താണെന്നോ നമുക്ക് നിശ്ചയമില്ല. എന്നാൽ തക്ക സമയത്ത് അവൻ പരിഹാരം വരുത്തുമെന്ന് ഉറപ്പായി വിശ്വസിക്കാം. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പ്രോവർബ് ഉണ്ട്: God is never too late nor too early. ദൈവം ഒരിക്കലും വൈകിപ്പോവുകയില്ല, നേരത്തെ ആവുകയുമില്ല. സമയത്തികവിൽ യഥാവിധി അവിടുന്ന് തൻ്റെ ഹിതം നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ സമയം ആയിരിക്കയില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയമായിരിക്കില്ല ദൈവത്തിൻ്റെ സമയം. ലാസറിൻ്റെ ജീവിതത്തിൽ നടന്നതും കർത്താവ് ഇടപെട്ടതുമെല്ലാം ഈ ഒരു വലിയ ചിന്തയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി തവണ ഈ ചോദ്യം നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടാവാം: എനിക്കെന്തുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും ആദരിച്ചും നന്മ പ്രവർത്തിച്ചും ജീവിച്ചിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം ലാസറിൻ്റെ കുടുംബത്തിൽ നടന്നത് നമ്മോട് വിവരിക്കും, നമ്മോടത് പറഞ്ഞു തരും. കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ആത്മബലത്തോടെ ജീവിപ്പാൻ, ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
കൃപയാൽ കരുതിക്കൊള്ളണം. കുറവുകൾ പൊറുക്കണമേ. യാത്രകളിലും ജോലിവേലകളിലും ഉത്തരവാദിത്വ നിർവഹണ ഇടങ്ങളിലും കർത്താവിൻ്റെ കരുണ അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കലവറ കൂടാത്ത അനുഭവങ്ങളെ നൽകണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.